മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരായ പി സുരേഷ് കുമാറും KS സുരേഷ് കുമാറും ഇഡിക്ക് മുന്നിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായി. ഇരുവരെയും ഇന്നലെയും ഇഡി വിശദമായി ചോദ്യം ചെയ്തിരുന്നു. KS സുരേഷ് കുമാർ ചില രേഖകൾ കൈമാറിയ ശേഷം ഇഡി ഓഫീസിൽ നിന്ന് മടങ്ങി. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദം പാർട്ടി ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രണ്ടു കമ്പനികൾ തമ്മിലുള്ള ഇടപാട് പാർട്ടി എന്തിന് ചർച്ച ചെയ്യണം? പിണറായി വിജയനെ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് വിവാദങ്ങൾക്ക് പിന്നിൽ. ഇഡി ഗുണ്ടാപ്പണിയാണ് എടുക്കുന്നതെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചർച്ച ചെയ്യേണ്ടത് കാര്യമുള്ളത് അതല്ല. കമ്പനികൾ തമ്മിലുള്ള തർക്കമോ പ്രശ്നമോ എന്തൊക്കെയാണോ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കതിൽ അന്നൊന്നുമില്ല, ഇന്നും തർക്കമില്ല. ഞങ്ങൾക്കുള്ള ഒറ്റ കാര്യം, അതിൻ്റെ പേരും പറഞ്ഞ് പിണറായി വിജയൻ എന്ന CPIM നേതാവിനെയും മുഖ്യമന്ത്രിയെയും അതിലേക്ക് കടന്നു ചെല്ലാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കില്ല, നാളെയും അംഗീകരിക്കില്ല. ഇതാണ് നമ്മുടെ അടുത്ത നിലപാട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ED വളരെ വേഗത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി നമ്മളത് കാണുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ? വിജയകുമാർ, ശക്തമായ അന്വേഷണവുമായി ED മുന്നോട്ട് പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ CMRL ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് പി സുരേഷ് കുമാറിനോടും അതോടൊപ്പം മുൻ അക്കൗണ്ടന്റായ വസുദേവനോടും ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ അല്പസമയത്തിനകം തന്നെ ഹാജരാകും. ഇതിനോടകം തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K സുരേഷ് കുമാർ EDക്ക് മുമ്പാകെ എത്തി ചില രേഖകൾ കൈമാറി മടങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒരു വശത്ത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് CPM രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ്. തങ്ങൾക്ക് ഈ കേസുമായി ബന്ധമില്ല, കമ്പനികൾ തമ്മിലുള്ള ഇടപാട് മാത്രമായി ചുരുക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിന് പരമാവധി ഈ രാഷ്ട്രീയ ബന്ധം ഉണ്ട് എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം മാനങ്ങളൊക്കെ ഇതിനോടകം വന്നിട്ടുണ്ട്. ഈ CMR ഉദ്യോഗസ്ഥർ സമർപ്പിച്ച രേഖകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ EDയുടെ പരിശോധന പുരോഗമിക്കുന്നത്. വിജയ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.